ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഫാൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻപുള്ള വീട്ടിലൊക്കെ ഇതുപോലത്തെ സ്റ്റീലാകും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എപ്പോഴും ഒരുപോലെ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഫാനാണ് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു തരി പോലും പൊടി താഴെ വീഴാത്ത രീതിയിലാണ് ഞാനൊരു ഫാന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളം നല്ല നോർമൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പും പൊടിയോ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഫാന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ക്ലോത്തും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തലേണ കവറില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് പഴയത് വേണം എടുക്കാൻ, നമ്മൾ ഉപയോഗിക്കാത്ത പഴയതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു തലേണ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ലീഫിലേക്ക് ഈ ഒരു തലേണ കവറിൻ്റെ ഉള്ളിലേക്ക് ലീഫ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ അമർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് പൊടിയും ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ആയി കിട്ടും. അപ്പോൾ ഒരു തരി പോലും പുറത്തേക്ക് പോവില്ല കേട്ടോ. ഇപ്പോഴത്തേന് നമ്മുടെ ഫാൻ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ ലീഫും ഞാൻ ഇതുപോലെ ഫാൻ്റെ ലീഫും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മോളാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള പണികളൊക്കെ കുട്ടികളാണ് ചെയ്തു തരാറ്. അപ്പോൾ നനച്ചുള്ള ഭാഗമായിട്ടുള്ള ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫാന് മാത്രം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടികൾക്ക് ഒഴിവുള്ള സമയത്ത് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യണോണ്ടാട്ടോ ഞാനത് ലാസ്റ്റൊക്കെ വെച്ചത്, കാരണം താഴെ ഒന്ന് പൊടിയൊന്നും വീഴാതെ തന്നെയല്ലേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ നിറയെ പൊടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും അഴുക്ക് ആ ഒരു ഫാനും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്ര തോന്നിയിരുന്നില്ല കേട്ടോ. നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം. ലിക്വിഡ് ഒഴിച്ചുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തലേണ കവർ വെച്ചിട്ടൊന്ന് എല്ലാ ലീഫൊന്ന് ക്ലീൻ ആക്കിയോണ്ട് തന്നെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ചെയ്യുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രം തുടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ തുടച്ചെടുത്താൽ മതി. സാധാ വെള്ളത്തിൽ ഒന്ന് തുണി മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളത്തിലൊന്ന് ആദ്യം തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ സാധാ വെള്ളത്തിലും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫാനൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണിയും തീരും. കാരണം നമ്മൾ കുറേ ഇട്ട് ഉരയ്ക്കുകയോ തുടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫാന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ ഫാനും നമുക്ക് ഒഴിവുള്ള സമയത്ത് ഓരോ ഫാനൊക്കെ അതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെയും ചെയ്യുന്ന നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഒന്ന് 2-3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിൽ തന്നെ 2 ഫാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫാനും കൂടി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല അഴുക്കുണ്ടെങ്കിൽ 2 ഫാനൊക്കെ ക്ലീൻ ചെയ്ത ശേഷം തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഇതുപോലെ ഈ ഒരു കവറ് അതിൻ്റെ ആ ഒരു ഉൾഭാഗം പുറത്തേക്കാക്കിയിട്ട് നന്നായിട്ട് തന്നെ കുടഞ്ഞിട്ട് കൊട്ടി കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ ആ ഒരു അഴുക്ക് കംപ്ലീറ്റ് പോവും. പിന്നെ ആ ഒരു കവർ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ഫാനും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാനും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ്, ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് അകത്തുള്ള ഒരു സ്റ്റെയർകേസിൻ്റെ അടുത്ത സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തുള്ള സ്റ്റീൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു സ്റ്റീൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ പുറത്ത് ഇതുപോലുള്ള സ്റ്റീലാണെങ്കിൽ മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലങ്ങളിലാണെന്നുവെച്ചെങ്കിൽ അപ്പോൾ ഒരു കറ പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ, ഒരു കറ ഉണ്ടാവും അതിന്മേൽ ഒരു തുരുമ്പൊക്കെ പിടിച്ച പോലെ. അപ്പോൾ അതൊക്കെ കളയുന്ന ഒരു ടിപ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, പിന്നെ 2 കോട്ടൻ്റെ തുണിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു സ്റ്റീൽ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഇത് പുറത്തത്തെ സ്റ്റീലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അകത്തുള്ളതാണെങ്കിലും ആദ്യം ഒന്ന് തുണി വെച്ച് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കോട്ടൻ്റെ തുണി എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് നല്ലത്. പിന്നെ ഒരു ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് ഞാൻ ഈ ഒരു എണ്ണയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇത്ര അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തുണി നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ആ തുണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണ എത്തും. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഈ തുടക്കുന്ന ഈ സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ നല്ല ഗ്ലേസിങ് നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലേക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നല്ല ക്ലീനായിട്ട് നല്ല തിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നനഞ്ഞ തുണി കൊണ്ട് തുടക്കൽ മാത്രം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു സ്റ്റീലിന് ഒരു തുരുമ്പ് പിടിച്ച പോലത്തെ ഒരു കറയായിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ എണ്ണ വെച്ചിട്ടുള്ള ആ ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം പിന്നെ വേറൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്നും കൂടെ ഈ ഒരു എണ്ണയുടെ മീതായിട്ട് തന്നെ തുടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കൈ വെക്കുമ്പോഴൊക്കെ ഒഴുക്കി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. അത് വലിയ പണികളൊക്കെ കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ നല്ല വൃത്തിയിലൊക്കെ എടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഇത് പുറത്തേക്കുള്ള ഭാഗത്തുള്ള സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു കുത്ത് പോലെ ചെറിയൊരു കറ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കളയാനായിട്ട് ഞാനിതാ ഈ ഒരു ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ക്ലോറക്സും പിന്നെ ഒരു ലിക്വിഡും വെള്ളം മാത്രം ചേർത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്നും തുടച്ചെടുത്താൽ മാത്രം മതിയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള വീഡിയോസിനും നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ പുതിയ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ചെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തപ്പോൾ തന്നെ ആ കറൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറ പിടിച്ച സ്റ്റീലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ.